കെയും ദിലീപേട്ടനും കൂടെ അമേരിക്കയിൽ പോയിട്ട് അവിടെ ചാടി നിന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു 1 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് വന്ന് ഭാഗ്യം പരീക്ഷിക്കാം എന്ന് കരുതി ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു നില വരെ എത്തിയത് എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തീരുമാനം മാറ്റേണ്ടി വന്നിരുന്നെങ്കിൽ, അമേരിക്കയിൽ പെട്ടുപോയിരുന്നെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ ജീവിക്കുന്നവരെല്ലാവരും പെട്ടുപോയതല്ലല്ലോ. അല്ലല്ല അങ്ങനെയല്ല. എന്നാലൊക്കെ നമ്മുടെ കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുള്ള ആൾക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ അവർ ഒത്തിരി പേര് അവിടെ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അമേരിക്കയിലും നല്ല ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നമ്മൾ ജോലി എടുത്ത് അതൊരു പെടലല്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് കലാപരമായ ഏരിയ ആണല്ലോ. അപ്പോൾ അത് വിട്ടപ്പോൾ നമ്മളെപ്പോലെ പിന്നെ കലാരംഗത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു ജോലി കിട്ടിയെങ്കിൽ അങ്ങനെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് അന്ന് ആ സമയത്ത് പെട്രോൾ പമ്പിലും ദിലീപിനും റെസ്റ്റോറൻറ്റ് അങ്ങനെ 2 പേർക്ക് 2 സ്ഥലത്തായിരുന്നു ജോലി ഓഫർ ഉണ്ടായിരുന്നത്. സണ്ണി മാളിയേക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണി ചായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലുവയിലുള്ള, അപ്പോൾ അദ്ദേഹമാണ് ജോലി ഓഫർ ചെയ്തത്. പക്ഷെ ഒരുപക്ഷെ അന്ന് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ വേറെ രീതിയിൽ അവിടെയുള്ള ചില അവിടെയുള്ള ഇപ്പോൾ ഇവിടുന്ന് ഷോയ്ക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ദിലീപ് ചാൻസ് വെച്ചിട്ട് ഒരു മിമിക്രിക്ക് അവസരം തരുമെന്ന് ചിലപ്പോൾ ആ ട്രൂപ്പിൻ്റെ അടുത്ത് ചോദിക്കുമായിരിക്കാം. പക്ഷേ ഞാൻ അവിടെ വന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കും എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് വിളിച്ച് കയറി സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്നിരിക്കും. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ജോലി ചെയ്യുന്നു, അതായത് കലാരംഗത്ത് വന്നിട്ട് ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട് ഒരുപാടുണ്ട്. അപ്പോൾ അത് അവർ സൈഡാക്കും, കല സൈഡാക്കും, സൈഡാക്കും, മറ്റേ ജോലി മെയിനാവും.